നമസ്കാരം ഹരിസ. സുപ്രീം കോടതി ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം അലഹബാദിൽ നടന്നൊരു പരിപാടിയിൽ യോഗി ആദിത്യനാഥിനെ പ്രശംസിച്ച് സംസാരിക്കുകയുണ്ടായി. പലപ്പോഴും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് യോഗി ആദിത്യനാഥ്. എന്നാൽ അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരിയാണ്, ഇന്ത്യയിലെ മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് എന്നാണ് സുപ്രീം കോടതി ജസ്റ്റിസ് പറയുകയുണ്ടായത്. യഥാർത്ഥത്തിൽ എന്താണ് യോഗി ആദിത്യനാഥിൻ്റെ ജീവിത രീതി? പലപ്പോഴും ഇത്തരത്തിലുള്ള വിമർശനങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയിട്ടും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു നല്ല ഭരണാധികാരിയായി മുന്നേറാൻ അദ്ദേഹത്തിന് കഴിയുന്നത്? UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പ്രശംസിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഗവായി നടത്തിയ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രസംഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ നല്ല ഭരണാധികാരികളിൽ ഒരാളാണ് യോഗി ആദിത്യനാഥ്, അദ്ദേഹത്തില് ഏറെ പ്രതീക്ഷയുണ്ട് എന്നും മറ്റും ജസ്റ്റിസ് ഗവായി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയില് ഇത്രമാത്രം വിമർശിക്കപ്പെടാൻ ഇടയായിട്ടുള്ള മുഖ്യമന്ത്രിമാർ കുറവാണ്. ഒരുപക്ഷെ അദ്ദേഹം കാവ്യ വസ്ത്രം ധരിച്ച് നടക്കുന്നത് കൊണ്ടാകണം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പലർക്കും പ്രയാസം. പക്ഷെ വളരെ ചെറുപ്പത്തിലെ തന്നെ പാർലമെന്റ് അംഗമായി, അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ MP ആയിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട പരിചയമുണ്ട്. അങ്ങനെയുള്ള യോഗി ആദിത്യനാഥ് പലപ്പോഴും വിവാദങ്ങളിൽ പെട്ടത് കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കാൻ നിർബന്ധിതമായപ്പോഴാണ് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഉത്തർപ്രദേശിന്റെ ചരിത്രം നമുക്കറിയാം. മായാവതിയും അഖിലേഷ് യാദവും ഒക്കെ ഭരിക്കുന്ന കാലഘട്ടത്തില് സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് റോഡിൽ ഇറങ്ങാൻ പാടില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കച്ചവടക്കാർക്ക് അവരുടെ വ്യാപാരവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതിനൊക്കെ കാരണമായിരുന്നത് പിടിച്ചുപറി സംഘങ്ങളാ, കൊള്ള സംഘങ്ങളാ. സ്ത്രീകള് വൈകുന്നേരങ്ങളിലും പകൽ സമയത്ത് പോലും റോഡിൽ ഇറങ്ങിയാൽ കഴുത്തിലുള്ള മാലയും കയ്യിലുള്ള പണവും തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ചരിത്രം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പൊ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അദ്ദേഹം എടുത്ത ഒരു നിലപാട് ഇത്തരക്കാർ ആരെ കണ്ടാലും വെടിവെച്ചോളാനാണ്. അവരെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് കാര്യമില്ല എന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അത്തരക്കാരെ കണ്ടാൽ പോലീസ് വേണ്ട നടപടി എടുത്തോളാൻ പറഞ്ഞു എന്നതാണ് നമ്മൾ കേട്ട വാർത്ത. ഏറ്റുമുട്ടലിൽ അനവധി പേര് കൊല്ലപ്പെടുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ. പിന്നീട് നമ്മൾ കണ്ടത് അവിടെ ഈ പിടിച്ചുപറി സംഘത്തിൽപ്പെട്ട കൊള്ള സംഘത്തിൽപ്പെട്ട ആളുകള് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്ന, പുറത്ത് നടന്നാൽ ജീവൻ ഉണ്ടാവില്ല എന്നുള്ള ആശങ്ക കൊണ്ട്. അങ്ങനെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ വലിയ വലിയ മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മോഡിജിയുടെ അനുഗ്രഹാശിസുകളും ആ സമയത്തൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് നമ്മൾ മറക്കരുത്. ഞാനിവിടെ എന്റെ മനസ്സിൽ ഓടിയെത്തുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ചില ചിന്തകളാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച്. അദ്ദേഹം ഒരു സന്യാസി ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തെ വിലയിരുത്താൻ പറ്റുമോ? ഗാഡ്വാൾ, ഉത്തരാഖണ്ഡിലെ ഗാഡ്വാൾ മലനിരകളിൽപ്പെട്ട ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം. BSc മാത്തമാറ്റിക്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വിഷയം. അതില് ആ യൂണിവേഴ്സിറ്റിയിലെ ഗാഡ്വാളിലെ സർവകലാശാലയിൽ നിന്ന് 100% മാർക്ക് നേടി വിജയിച്ച ഒരു മിടുക്കൻ കുട്ടി. കുടുംബത്തില് നിത്യനിദാനത്തിന് പോലും ബുദ്ധിമുട്ടുന്ന കുടുംബമാണ്. അച്ഛനെന്തോ ചെറിയ ജോലിയുണ്ട്. ഒരു സഹോദരിയെ വിവാഹം കഴിച്ചയച്ചു. ആ സഹോദരി അവര് ജീവിക്കുന്ന സ്ഥലത്തെ അമ്പലത്തിന്റെ മുമ്പില് മാല വിറ്റിട്ടാണ്, നമ്മുടെ അമ്പലത്തിൽ ചാർത്താൻ വേണ്ടി വെക്കുന്ന മാലയുണ്ടല്ലോ, ആ മാല കോർത്ത് വിറ്റിട്ട് ജീവിക്കുന്ന കുടുംബമാണ്. അത്ര സാധാരണ നിലയിൽ.
ഇപ്പോ ഈ ഇത്രയും കാലമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊരു മാറ്റവും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പിതാവിനോട് ഒരിക്കൽ ഈ യോഗിയുടെ ഒരു യോഗിയെക്കുറിച്ചുള്ള പഠനം നടത്താൻ പോയ ഒരു മാധ്യമ സുഹൃത്ത് അദ്ദേഹത്തിന്റെ പിതാവിനെ പോയി കണ്ടപ്പോ പറഞ്ഞത്, മകൻ സന്യസിച്ചു, അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞാൻ ഇന്ന് അഭിമാനിക്കുന്നത് അഴിമതി തൊട്ട് തീണ്ടാത്ത ഒരു മകൻ എനിക്കുണ്ട്, രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മകൻ എനിക്കുണ്ട് എന്നതാണ്. അങ്ങനെ ഒരു മകനെ ഓർത്ത് അഭിമാനം കൊള്ളുന്ന പിതാവും അദ്ദേഹത്തിനുണ്ട് എന്നതാണ്. അദ്ദേഹത്തിന്റെ ജീവിത രീതിയെ കുറിച്ച് ശ്രദ്ധിച്ചാൽ 4 മണിക്കൂറാണ് ഒരു ദിവസം ഉറങ്ങുക. വെളുപ്പിന് 3:30 മണിക്ക് എഴുന്നേക്കും, എപ്പ കിടന്നാലും. 3:30ക്ക് എഴുന്നേറ്റിട്ട് അദ്ദേഹം യോഗയുണ്ട്, കുറച്ച് മെഡിറ്റേഷൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ, ഗോരഖ്പൂരിലെ ഗോരഖ്നാഥ് ആശ്രമം പോയി കാണേണ്ട ഒന്ന് തന്നെയാണ്. അവിടെ വിശാലമായ ഒരു ഗോശാലയുണ്ട്, 100 കണക്കിന് പശുക്കളുള്ള. അത് കഴിഞ്ഞാൽ ആരതിയും പൂജയും. ഇത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം രാവിലെ 6 മണിക്ക് മുമ്പ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുക. ഗോരഖ്പൂർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തില് ആർക്കും ചെല്ലാം. നിശ്ചിത സമയത്ത് ചെന്നാൽ അദ്ദേഹം ആരുടെ പക്കൽ നിന്ന് നിവേദനം സ്വീകരിക്കും, അതിന് പരിഹാരം ഉണ്ടാക്കും, ഉദ്യോഗസ്ഥന്മാരെ അവിടെ വിളിച്ചു വരുത്തും, നടപടി ഉണ്ടാവും. ലക്നൌവിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലും ആ ഒരു സംവിധാനം നമുക്ക് കാണാം. വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത്, 52 വയസ്സായി അദ്ദേഹത്തിന്. ഇന്നേ വരെ ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി കിടക്കേണ്ടി വന്നിട്ടില്ല. എത്രത്തോളം ശ്രദ്ധയോടുകൂടി ഈ തിരക്കിനിടയിൽ യുപിയുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാലുള്ള തിരക്ക് ചിന്തിക്കാനാവില്ല. അതിനേക്കാൾ തിരക്കാണ് ഗോരഖ്നാഥ് ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തില്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതിന്റെ കീഴിൽ, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് സന്യാസിമാരുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച്, അവിടെ എത്തുന്ന ഭക്തന്മാരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന തിരക്കിട്ട ഒരു സന്യാസി വരണം നിങ്ങൾക്ക് ഗോരഖ്പൂരിൽ പോയാൽ കാണാൻ കഴിയും. വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത്, അദ്ദേഹത്തിന് ഏഷ്യയിലെ ഒരു ചുരുക്കം ചില വൈൽഡ് ലൈഫ് എന്താ പറയാ വിദഗ്ധനാണ് അദ്ദേഹം. വൈൽഡ് ലൈഫിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക പ്രതിപത്തിയുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കുമ്പോ അദ്ദേഹം സന്യാസിയാണ്, സ്വാഭാവികമാണ്, അദ്ദേഹത്തിന് സ്വത്തൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ഒന്നുമില്ല ഇന്നിപ്പോ. ആകെ ഒരു ബാങ്ക് അക്കൗണ്ടാണ് ഉള്ളത്. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭക്ഷണം, അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭക്ഷണം, വസ്ത്രം, അത്തരം ചെലവുകൾ ഉണ്ടല്ലോ, അതിനുള്ള പൈസ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ദിവസവും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പൈസ പോലും ഖജനാവിൽ നിന്ന് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ ബാക്കി വരുന്ന തുകയുണ്ട്. അദ്ദേഹത്തിന് ഇത്തരം ആവശ്യങ്ങൾ കഴിഞ്ഞുള്ള ബാക്കി വരുന്ന തുക അദ്ദേഹം സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? എനിക്കൊന്നും വേണ്ട, ഞാൻ രാഷ്ട്രത്തിനൊപ്പമാണ്, രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി. അത് BJPക്ക് മാത്രമേ അത്തരം ഒരു മുഖ്യമന്ത്രിയെ ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിയുള്ളൂ. ഏതാണ്ട് നരേന്ദ്രമോദിയും സമാനമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞാനത് പിന്നീട് ഒരിക്കൽ പറയാം. അതാണ് അദ്ദേഹത്തിന്റെ രീതി. ഇനി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയില് അല്ലെങ്കിൽ ആശ്രമത്തില്, ഉത്തർപ്രദേശിന്റെ കാലാവസ്ഥ നമുക്കറിയാം. ശൈത്യകാലത്ത് കൊടും തണുപ്പാണ്, ഉഷ്ണകാലമായാൽ അതിഭയങ്കരമായ ചൂടും. അത് ഗോരഖ്പൂരിലെ ആശ്രമത്തിലായിക്കോട്ടെ, ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ ഇന്നും ഒരു എയർ കണ്ടീഷണർ ഇല്ല, ഒരു എയർ കൂളറും ഇല്ല. പകരമുള്ള ഒരു സാധാരണ സീലിംഗ് ഫാനാണ്. അദ്ദേഹം കിടക്കുന്നത് മരത്തിന്റെ കട്ടിലിലാണ്. അതിന്റെ പുറത്ത് ഒരു കമ്പിളി വിരിച്ചിട്ട് അവിടെ കിടക്കും. വേറെ മെത്ത ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ കിടക്ക ഉപയോഗിക്കില്ല, തലേണ ഉപയോഗിക്കില്ല.
അങ്ങനെ ഒരു രാഷ്ട്രത്തിന്റെ ഈ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ ഭരണാധികാരി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം ഗോരഖ്പൂർ ആശ്രമത്തിൽ നിന്നാണ്. ഗോരഖ്പൂർ ആശ്രമത്തിലെ മഠാധിപതിയായിരുന്ന മഹന്ത് അവേദ്യനാഥാണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ. അയോധ്യ പ്രക്ഷോഭത്തിന്റെ കാലഘട്ടത്തിൽ, രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ കാലത്തിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന സന്യാസിവര്യനാണ് അദ്ദേഹം. അങ്ങനെ 989 മുതല് 998 വരെ അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു ഗോരഖ്പൂരിൽ നിന്നും. അതിനുശേഷമാണ് യോഗി ആദിത്യനാഥ് പാർലമെന്റിൽ എത്തുന്നത് 998. 2000 അതിനുശേഷം മുഖ്യമന്ത്രിയായി. കഴിഞ്ഞ 7 വർഷമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ കഴിയുമോ? അദ്ദേഹം നിലപാടുകൾ എടുക്കുന്നുണ്ടോ? അദ്ദേഹം അനധികൃത കെട്ടിടങ്ങൾ തകർക്കുന്നു, അത് ബുൾഡോസർ വെച്ച് തകർക്കുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ പലപ്പോഴും കോടതികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ കോടതികൾ ആ കേസിന്റെ അവസാനത്തേക്ക് എത്തുമ്പോ ഒരു കേസിൽ പോലും ഇദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടോ? അനധികൃത കെട്ടിടങ്ങൾ, അനധികൃത നിർമ്മാണങ്ങൾ, അത് ആരുടെ ആയാലും അതിന് നോട്ടീസ് കൊടുത്ത് നിയമാനുസൃതമാണ് പൊളിക്കുന്നത്, ബുൾഡോസർ അയക്കുന്നത്. അതല്ലാതെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ചില ചാനലുകൾ ആഘോഷിക്കുന്നത് പോലെ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു പൊളിക്കുകയല്ല. ആ ധാർമ്മിക ബോധമുള്ള, നീതിബോധമുള്ള ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. കാശി, മധുര, അതുപോലെ ഏറ്റവും ഒടുവിൽ സംഭാല്, ഇതൊക്കെ ഒരു ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായങ്ങൾ കുറിച്ചതാണ്. അയോധ്യ മാത്രമല്ല, കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം കയ്യേറി പള്ളി നിർമ്മിച്ചതും ഒക്കെ നമുക്കറിയാം, ചരിത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ആർക്കും വേദനയില്ലാതെ, വിഷമമില്ലാതെ പൂർത്തിയാക്കുന്നതിൽ മോഡിജിയുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ശരിയാണ്, കാരണം വാരണാസിയിൽ നിന്നുള്ള MP ആണ് നരേന്ദ്രമോദിജി. പക്ഷെ അതിന് വഴിയൊരുക്കുന്നതിൽ യോഗി കാണിച്ചിട്ടുള്ള താല്പര്യം, എടുത്തിട്ടുള്ള നടപടികൾ, അതും പ്രധാനമാണ്. ഇപ്പൊ മധുര ക്ഷേത്രം, മധുരയിലെ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥാനമാണ്. അതിനെക്കുറിച്ച് തർക്കമുണ്ട്, കോടതിയിലാണ്. പക്ഷെ കോടതിയുടെ നിഷ്കർഷപ്രകാരം, നിർദ്ദേശപ്രകാരം ചില ആർക്കിയോളജിക്കൽ സർവേയുടെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അത് തന്നെയാണ് മധുരയിലും നടന്നിട്ടുള്ളത്. അപ്പോൾ നിയമാനുസൃതമല്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല. അത് ഇന്ത്യയുടെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഒരു മഹത്വമാണ്, കാവി ഉടുത്തവരുടെ മഹത്വമാണ്. ആ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട്, ആ സംസ്കാരം നിലനിർത്തിക്കൊണ്ട്, ആ പ്രതിബദ്ധത പാലിച്ചുകൊണ്ടാണ് യോഗി മുന്നോട്ട് പോയത്. അദ്ദേഹം നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു വലിയ നേതാവാണ് യോഗി എന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാര്യം കൊണ്ടിട്ട് ഇവിടെ ചീഫ് ജസ്റ്റിസ് ഗവായിയെ കുറിച്ചുകൂടി ഒരു കാര്യം പറയേണ്ടതുണ്ട്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത കേസ്, ഗുജറാത്തില് അദ്ദേഹത്തിന് എതിരായിട്ടൊരു കേസിൽ ശിക്ഷിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെ പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കി. ആ കേസ് സുപ്രീം കോടതിയിൽ പരിഗണിച്ചത് ജസ്റ്റിസ് ഗവായി ഉൾപ്പെട്ട ബെഞ്ചാണ്. അന്ന് ആ ബെഞ്ചിൽ കേസ് വരുമ്പോ സോഴ്സിന് വേണ്ടി അപ്പയർ ചെയ്യുന്നത് തുഷാർ മേത്തയോട് ഗവായി പറയുന്നുണ്ട്, ഈ കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, ഞാൻ തന്നെ ഈ കേസ് കേട്ടാൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? സോഴ്സസിൽ പറഞ്ഞു, ഞങ്ങൾക്ക് എതിർപ്പില്ല സർ, കോടതിക്ക് ഇഷ്ടമാണെങ്കിൽ അത് കേൾക്കാം, ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമാണ്. അതാണ് നരേന്ദ്രമോദി എപ്പോഴും എടുക്കാറുള്ള ഒരു സമീപനം. അങ്ങനെ ഒരു രാഹുൽ കുടുംബവുമായിട്ട് ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ചീഫ് ജസ്റ്റിസ് ആകേണ്ട കാലഘട്ടം വന്നപ്പോ നരേന്ദ്രമോദി രണ്ടാമതൊന്നും ചിന്തിച്ചില്ല, അദ്ദേഹത്തെ തന്നെയാക്കി. സീനിയോറിറ്റി മറികടക്കാതെ അദ്ദേഹത്തെ തന്നെയാക്കി. കോൺഗ്രസുകാരുടെ കാലത്ത്, പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ. കോൺഗ്രസിന് വഴങ്ങാത്ത, ഇന്ദിരാഗാന്ധിക്ക് വഴങ്ങാത്തവരെ മുഴുവൻ സൂപ്പർസീഡ് ചെയ്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. അദ്ദേഹത്തിന്റെ പിതാവ് RPAയുടെ, അതായത് അംബേദ്കറിന്റെ പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ, അതിന്റെ നേതാവായിരുന്നു.
RBI ഗവായ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അദ്ദേഹം MP ആയിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് അദ്ദേഹത്തിന് ഗവർണറായിട്ട് നിയമിച്ചു. കേരളത്തിലും ഗവർണറായിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഗവായിയാണ്, ബുദ്ധമത അനുയായിയായ ഗവായിയാണ് ഇപ്പോ യോഗി ആദിത്യനാഥിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നത്. യോഗിയുടെ വിമർശകര്, BJPയുടെ വിമർശകര് കേൾക്കേണ്ട വാക്കുകളാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഒരു രാഷ്ട്രീയം, കോടതിയിൽ രാഷ്ട്രീയം പറയുകയല്ല, ജഡ്ജിമാർ പറയുന്ന നിരീക്ഷണങ്ങളെ രാഷ്ട്രീയമായിട്ട് വിവക്ഷിക്കാൻ ശ്രമിക്കുകയല്ല. പക്ഷെ യോഗിയെ മനസ്സിലാക്കാൻ പലപ്പോഴും കേരളം തയ്യാറായിട്ടില്ല, ഇന്ത്യ തയ്യാറായിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഗോരഖ്പൂർ അർബനിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം അറിയാമോ? 1,03,390 വോട്ട്. 1,00,000 വോട്ടിന് സ്വന്തം നാട്ടിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള ഒരു 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 മഹാനായ ഭരണാധികാരിയെ അനുസ്മരിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.